വടിയുടെ അറ്റത്ത് നൂലും കെട്ടി ചൂണ്ടയുണ്ടാക്കി വീണ്ടും പിന്നിലെ തോട്ടിലൊക്കെ ചൂണ്ടയിടാൻ നടന്ന കാലം എന്തേ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണം. പക്ഷെ ഇന്ന് ഞാൻ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി പോകുന്നത് പ്രൊഫഷണലായി ചൂണ്ടയിടാനാണ്. എന്റെ മുഖം കണ്ടിട്ട് എന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങൾ ഒരിക്കലും വിലയിരുത്തരുത്. എനിക്ക് വിശന്ന് കഴിഞ്ഞ വട്ടയപ്പം വീർക്കണ പോലെ എന്റെ മുഖം വീർക്കാം. എന്നെ പറ്റി എനിക്ക് തന്നെ നല്ല അഭിപ്രായം ആയതുകൊണ്ട് ഫുഡൊക്കെ ഞാൻ മുന്നേ തന്നെ പാക്ക് ചെയ്തെടുത്തിരുന്നു. ലണ്ടനിന്ന് വെറും 1.5 മണിക്കൂർ മാത്രം വരുന്ന ഒരു ട്രെയിൻ ജേണി. ട്രെയിൻ ഇറങ്ങി നടക്കണവരുടെ കൂട്ടത്തിൽ നമുക്കും അങ്ങോട്ട് നടക്കാം. ഞാൻ മാത്രം വരെ വീങ്ങിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പോണ വഴിയിൽ ചൂണ്ടയിലിടാനുള്ള ഇരയും കൂടി വാങ്ങിയിരുന്നു. സമ്മർ ടൈം ആയിരുന്നോണ്ട് തന്നെ ദേ ഇവിടെ ഫുൾ ഓൺ ആയിട്ടുണ്ട്. അവിടെ അധികം വായ നോക്കി നിന്ന് വെറുപ്പിക്കാണ്ട് നമുക്ക് പതുക്കെ നമ്മുടെ പണിപ്പുരയിലേക്ക് നടക്കാം. ഇവന്റെ ലൈഫൊക്കെയാണ് ലൈഫ്. ഇവിടെ ഇങ്ങനെ കാറ്റുകൊണ്ടിരുന്നാ മതിയല്ലോ. നമ്മൾ എത്തിനേക്കാട്ട് മുന്നേ തന്നെ എക്സ്പെർട്സ് ഒക്കെ ഇതേ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അവരങ്ങോട്ട് കോപ്പി അടിച്ചിട്ട് ഒരു മുക്കിൽ കൊണ്ട് ഞാനും ചൂണ്ട വെച്ചു. ചൂണ്ട വെക്കണതിലും മണിയും കിണിയിടുന്നതിലും ഒന്നല്ല കാര്യമെന്ന് അധികം വൈകാണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. നോക്കാൻ ഇനിയും എന്റെ ജീവിതം ബാക്കി. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? നീ എന്തിനാണ് ജീവിക്കുന്നത്? പോയി മരിക്കടാ. സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നുണ്ടോടാ? പേരിന് പോലും ഒരെണ്ണം എന്റെ ചൂണ്ടയിൽ കൊത്തിയില്ല. ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന പിള്ളേരെ എക്സാം ടഫാന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമില്ലേ, അത് അപ്പുറത്തിരിക്കുന്ന എക്സ്പെർട്ട് തന്നെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? എക്സൈറ്റ്മെന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല.